ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ഇന്ന് നമുക്ക് കുറച്ച് അൺബോക്സിങ് ഉണ്ട് ഗൈസ്. ഒരുപാടുണ്ട്. സോ ഇത് ഞാൻ ഒരൊറ്റ ടൈമിൽ മേടിച്ച സാധനങ്ങളല്ല. അങ്ങനെ പലപ്പോഴായിട്ട് മേടിച്ച സംഭവങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാത്രം. അല്ലാതെ ഇതെല്ലാതും കൂടി മേടിക്കാൻ നിന്നാൽ എന്നെ പെരന്ന് പുറത്താക്കും ഗൈസ്. അതുകൊണ്ട് ഇത് കുറച്ച് 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 മേടിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു എന്താ പറയുക ടിഫിൻ ബോക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ബർഗറിന്റെ ഷേപ്പിലുള്ള ഇറ്റ്സ് സോ ക്യൂട്ട് കേട്ടോ, നല്ല രസമാണ്. ഞാൻ കണ്ടപ്പോൾ മേടിച്ചതാണ്. പിന്നെ ഇത് നമുക്ക് ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇത് നമ്മളെ വേസ്റ്റ് ബോക്സ് ആയിട്ടാണ് ഇത് ഇവർ പറയുന്നത്, പക്ഷെ നമുക്കത് ക്യൂട്ട് ബോക്സ് അതാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പെൻ, ഒരു 5 എണ്ണം ഉണ്ടായിരുന്നു. അതിലൊരു സ്കെച്ചൊക്കെ കണ്ടിട്ട് അതിനകത്ത് തന്നെ. പിന്നെ നമ്മുടെ സംഭവം മിനി എന്താ പറയുക നൈഫ്, സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ ഒരെണ്ണം കൂടി ഒരു വേറൊരു ടൈപ്പിൽ മേടിച്ചു മാത്രം. പിന്നെ ഈ കവറും അടിപൊളിയാണ്, സെറ്റാണ്. ഈ പൗച്ചും അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ട്രാവലിംഗ് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാനൊക്കെ നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ ഒരു ക്യൂട്ട് സ്റ്റിക്കർ ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പെൺകുട്ടിയുടെ പല കളേഴ്സിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു പെൻ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കാരണം ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. സോ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ കുറച്ച് വൈകി. ഞാൻ പേനയാണ് വിചാരിച്ച് തുറന്നതാണ്, പിന്നെയാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനം എനിക്ക് തന്നെ ഓർമ്മയില്ലാത്ത ഇത് കത്രികയായിരുന്നു ഗൈസ്. പക്ഷെ സംഭവം കുഴപ്പമൊന്നും കേട്ടോ, നന്നായിട്ട് മുറിയണൊക്കെ ഉണ്ടായിരുന്നു. സെറ്റാണ് സംഭവം. ഒരു പെൻ പോലെയാണ്, നമുക്ക് കൊണ്ടുപോകാനൊക്കെ നല്ല എന്താ പറയുക സംഭവമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് വേസ്റ്റ് ഇടാൻ കുറച്ച് ദിവസം ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ സാധനങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പെന്ന് 4-5 എണ്ണം ഉണ്ടായിരുന്നു. ഇത് ഞാൻ കുറച്ച് മേടിച്ചതാണ്, ബ്ലൂ ആണ്, സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയ സംഭവമാണ് അടുത്ത ബോക്സ് ഞാൻ പൊട്ടിക്കാൻ പോകണം കേട്ടോ. അന്നൊരു ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനെ മേടിച്ചാൽ സംഭവങ്ങൾ ഫ്രീ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ കിട്ടിയതാണ് ഈ ഒരു ബാഗ് കേട്ടോ. ഒരു സൈഡ് ബാഗാണ്, സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇത് ഞാൻ മേടിച്ചത് കേട്ടോ, മറ്റേ ഗ്ലൂ ആണ്. അത് എൻ്റെ വീഡിയോസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സംഭവമാണ് ഗ്ലൂ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഒരു ചെറിയൊരു നോട്ട്ബുക്ക് അല്ല, ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ പോലത്തെ സംഭവം കേട്ടോ. അത് സംഭവം നൈസാണ്, നല്ല രസം ഉണ്ടായിരുന്നതാണ്. പിന്നെ ഞാൻ മുറിക്കുന്ന സാധനമല്ലേ, അത് പേനയല്ല, സോ നൈഫാണ് കേട്ടോ. അത് ചെറിയ നൈഫാണ്. നിങ്ങൾക്ക് പേനയാണെന്ന് തോന്നും, പക്ഷേ പേനയല്ല ഗൈസ്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. ബാഗ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഗ് കിട്ടും എന്നുള്ളത്. പക്ഷേ ഈ സംഭവം ഉണ്ടാവും ഒരിക്കലും വിചാരിച്ചില്ല. ഇതും അടിപൊളിയാണ്. ടു ഡു ലിസ്റ്റ് പോലെ നമുക്ക് ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമായിട്ടും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്കിൻ കെയർ ഒക്കെ വരുത്താമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സംഭവം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ഗൈസ്. ഇതിലുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല ഗൈസ്. കാരണം നമുക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെടുത്തോണ്ട് പോയി എന്ന് പറയാം. പക്ഷേ ഇത് ശരിക്കും എടുത്തുകൊണ്ട് പോയത് എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് ഗൾഫിൽ പോയപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ചോദിച്ചതാണ്, വേണോ സ്കിൻ കെയർ ചെയ്യാൻ വേണോ ചോദിച്ചതാണ്. ഇവിടെയുള്ള സമയത്ത് ഞാൻ ഇക്കും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പോവുകയാണല്ലോ, അപ്പം നമുക്ക് കുറച്ച് സാഡ്നെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വെറുതെ ചോദിച്ചതാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ എന്നായിക്കോട്ടെ അത് വെച്ചോ എന്ന് പറഞ്ഞു. സോ അതങ്ങനെ ഇപ്പോൾ ഖത്തറിലാണ് ഗൈസ്, എൻ്റെ കയ്യിലില്ല. പക്ഷെ വീഡിയോ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ. പിന്നെ അതിലുള്ള ഒരു കാജൽ ഉണ്ടായിരുന്നു, അതെന്തായാലും ഇപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, വേറെ കാര്യം. അപ്പോൾ സ്കിൻ കെയർ അടിപൊളി കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ട് സെറ്റ് ചെയ്താ കേട്ടോ അതുമേ. ഇതിലെല്ലാം ഉണ്ടായിരുന്നു. സൺസ്ക്രീൻ ഉണ്ടായിരുന്നു, ഡോട്ട് ആൻഡ് കീയുടെ കേട്ടോ. പിന്നെ അതുപോലെ ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാണ്, ടോണർ, അതുപോലെ സ്കിൻ കെയർ മറ്റേ മോയ്സ്ചർ, സിറം, അതുപോലെ ഫേസ് വാഷ്, ക്ലെൻസ് ചെയ്യുന്ന സംഭവം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഒന്ന് വെറുതെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം പ്രിൻ്റർ. ഇത് നിങ്ങൾ എൻ്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്നുകൂടി കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല, രസമല്ലേ. അപ്പോൾ മിനി പ്രിൻ്റർ ആണ് ഇത്. 900 കേട്ടോ ഞാൻ മേടിച്ചത്. ഇപ്പോൾ അതിന് 1100 ഒക്കെ അയക്കണമെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ കൂടെ എനിക്കൊരു പണി പറ്റിയ എന്ന് വെച്ചാൽ റോളർ ആകെ ഒരൊറ്റ എണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വേറെ റോളറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സംഭവം അടിപൊളിയുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ. പിന്നെ ഒരു ചെറിയൊരു നൈഫ്, ഈ സംഭവം മേടിച്ചു. ഇതിനെന്താ പറയാന്ന് എനിക്ക് അറിയില്ല, എന്തോ ഒരു കട്ടറാണ്, നമ്മളെ പേപ്പറൊക്കെ മുറിക്കാൻ പറ്റുന്ന സംഭവമാണ്.
പിന്നെ ഞാൻ മേടിച്ചതാണ് ഒരു ബ്രഷിന്റെ സെറ്റ് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. ഒരു 120 അങ്ങനെ എന്തോ റേറ്റ് ഉള്ളൂ. സംഭവം നൈസാണ്. എല്ലാ ടൈപ്പ് സംഭവം ഉണ്ട് അതിനകത്ത് കേട്ടോ. അപ്പോൾ ഈ പെയിന്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിഗിനേഴ്സിന് പറ്റിയ ഒരു സംഭവമാണ് ഈ ബ്രഷ്. എല്ലാ എന്താ പറയാ ടൈപ്പ് ബ്രഷും അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ സംഭവം ചെയ്യാൻ പറ്റും. എനിക്ക് ഈ സംഭവം നല്ല ഇഷ്ടമായി. നല്ല വിഷറി പോലെ ഉണ്ടല്ലേ, സംഭവം നൈസായിട്ടുണ്ട്. അപ്പോൾ അതത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ച സംഭവമാണ് കേട്ടോ അടുത്തതായിട്ട് കാണിക്കാൻ പോണത്. അതാണോ എന്നൊരു ഡൗട്ട്. അല്ല, സോറി. ഇത് ഇതിപ്പോൾ എന്താ സംഭവം, ഒരു മിനിറ്റ്. ഓക്കെ. ഇത് നമ്മുടെ വാർണിഷ് അടിക്കുന്ന സംഭവമാണ്. അതുപോലെ നമ്മുടെ ക്ലേ ഒക്കെ അടിച്ചു കഴിഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും ഒന്നുകൂടി കണ്ടേക്കും, കാണാത്തവരുണ്ടെങ്കിൽ കാണാലോ. ഇത് നല്ല വേർത്താട്ടോ. എത്രയോ ഒരു 160 സംതിങ് എന്തോ ആയിട്ടുള്ളൂ ഈ രണ്ടെണ്ണം കൂടിയിട്ട്. വൈറ്റ് പെയിന്റും അതിൻ്റെ കൂടെ തന്നെ വാർണിഷും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് ഒരു സിസോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചതാണെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ സംഭവം. നല്ല രസമല്ല, നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ നമ്മുടെ പെന്നും കാര്യങ്ങളൊക്കെ ഞാൻ അതിലിട്ട് വെച്ചിട്ടുണ്ട്, സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പറയാനാലും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നില്ല, പിന്നെ ബന്ധം ഞാൻ ചെയ്തു. എന്തായാലും ഒന്ന് പറ്റുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻ്റൊക്കെ ചെയ്യും, ഒരു രസമല്ലേ. അപ്പോൾ അതത്രേ ഉള്ളൂ. അപ്പോൾ എന്നാൽ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ശരി എന്നാൽ. ടാറ്റാ, ബൈ, സീ യു.